മാഫിയ, അവയവ മാഫിയ, ഇവ രണ്ടും നമ്മുടെ ആരോഗ്യ ലോകത്തിന് തന്നെ ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതിനിടെയാണ് സാധാരണക്കാരനെ ബോധപൂർവം മരണത്തിലേക്ക് തള്ളിവിട്ട് അവയവ കൈമാറ്റം നടത്തിയെന്ന വാർത്തയും തുടർന്നുള്ള കോടതി വിധിയും. കുത്തക മുതലാളിമാർക്ക് തിന്നുകൊഴുക്കാനുള്ള മാർഗമാകരുത് മനുഷ്യന്റെ രോഗങ്ങളും സംഭവിക്കുന്ന അപകടങ്ങളും. തങ്ങൾക്ക് ഹിതകരമാകുന്ന രീതിയിൽ ചികിത്സ തിരഞ്ഞെടുക്കാൻ രോഗിക്ക് അവസരമുണ്ടാകണം. ചികിത്സ അടിച്ചേൽപ്പിക്കേണ്ടതല്ല. അലോപ്പതി എന്ന മോഡേൺ മെഡിസിൻ, ആയുർവേദം, ഹോമിയോപ്പതി, യുനാനി എന്നിങ്ങനെ വ്യാപകമായ നിരവധി ചികിത്സാ രീതികളുണ്ട്. എന്നാൽ ഞങ്ങളുടെ അന്വേഷണം ആദ്യം എത്തിപ്പെട്ടത് അക്യുപഞ്ചർ എന്ന പുരാതന ചികിത്സാ രീതിയിലാണ്. രോഗനിർണയത്തിലും രോഗശാന്തി വരുത്തുന്നതിലുമുള്ള മികവ് മാത്രമല്ല, 10,000 ചിലവ് വരുന്ന മെഡിക്കൽ ടെസ്റ്റുകളോ യാതൊരുവിധ മരുന്നുകളോ ഇല്ലാത്ത ചികിത്സാ രീതി ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. എങ്കിൽ അതിന്റെ സത്യാവസ്ഥ അറിയാനായിരുന്നു ഞങ്ങളുടെ അന്വേഷണം. രോഗികളിൽ നിന്ന് കിട്ടിയ വിവരം ഞങ്ങളെ കൊണ്ട് ചെന്നെത്തിച്ചത് കോഴിക്കോട് മുക്കം കേന്ദ്രീകരിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന അക്യുപങ്ചറിസ്റ്റായ ശ്രീ സുനീർ മുക്കത്തിനടുത്താണ്. അക്യുപഞ്ചറിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. അക്യുപഞ്ചർ എന്ന് പറഞ്ഞാൽ ഏത് രോഗങ്ങളെയും മരുന്നില്ലാതെ ചികിത്സിക്കുന്ന ഒരു ചികിത്സാ രീതി. അതായത് മനുഷ്യ ശരീരത്തിലെ ഊർജ്ജ വ്യതിയാനങ്ങളെ മനസ്സിലാക്കി ചികിത്സിക്കുന്ന ചികിത്സാ രീതി. അപ്പോൾ കൃത്യമായി നാഡി പരിശോധിച്ച് നോക്കിയാൽ ഒരു 1/2 മിനിറ്റോ 1 മിനിറ്റോ കൊണ്ട് ശരീരത്തിലെ 12 അവയവത്തിൻ്റെ ഊർജ്ജ ലെവൽ ചെക്ക് ചെയ്യാൻ പറ്റും. കൃത്യമായി ഒരാൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ, കാരണം വർഷങ്ങൾക്ക് ശേഷം വരാനുള്ള അസുഖങ്ങൾ മുൻകൂട്ടി നാഡി പരിശോധനയിലൂടെ മനസ്സിലാക്കാൻ പറ്റും. വെറും 1/2 മിനിറ്റ് കൊണ്ട് രോഗിയുടെ അവസ്ഥ, അതായത് രോഗി പറയാത്ത, രോഗി അറിയാത്ത, രോഗി വരാനുള്ള രോഗങ്ങൾ പോലും മുൻകൂട്ടി മനസ്സിലാക്കാനുള്ള ഒരു പ്രത്യേകത അക്യുപങ്ചർ പൾസ് ഡയഗ്നോസിസിലുണ്ട്. വർഷങ്ങളായിട്ട് പല രോഗങ്ങൾക്കും മരുന്ന് കഴിച്ച് മടുത്ത് അവസാനമാണ് അക്യുപങ്ചർ ചികിത്സയിൽ ആളുകൾ എത്തുന്നത്. എന്നിട്ട് പോലും ആളുകൾ രോഗം മാറി അവരുടെ സാധാരണ ജീവിതത്തിൽ തിരിച്ചു വരുന്നുണ്ട്. ഒന്നാമത് ചികിത്സാ രീതിയിൽ നമ്മൾ ഒരു നീഡിൽ എക്സ്റ്റേണലി പുറമെയാണ് ഉപയോഗിക്കുന്നത്, ഉള്ളിലേക്ക് വേറെ മരുന്നുകളൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വേറെ പാർശ്വഫലങ്ങളില്ല. മാത്രമല്ല, ഒരു രോഗത്തിന് ചികിത്സ സ്വീകരിക്കുമ്പോൾ മറ്റു പല അനുബന്ധ രോഗങ്ങളും മാറുന്നുണ്ട്. രക്ഷപ്പെടില്ലെന്ന് പറഞ്ഞ ഗർഭസ്ഥ ശിശുവിനെയും കൂടെ ജീവിതവും തിരിച്ചു കിട്ടിയ ആനന്ദദായകമായ അനുഭവമാണ് സംഗീതയ്ക്ക് അക്യുപഞ്ചർ. തന്റെയും മകളുടെയും ജീവിതം ഈ ചികിത്സയിലൂടെ പച്ചപിടിച്ചെന്ന് സംഗീതയും സാക്ഷ്യപ്പെടുത്തുന്നു. ഇതിപ്പോ ഈ ട്യൂബിൽ പ്രഗ്നൻസി വന്ന സമയത്ത് അതിനുശേഷമാണ് എനിക്ക് തന്നെ വിശ്വാസമായത്. ഗുരുതരമായ പ്രമേഹ രോഗമായി വന്ന റസാക്കിനും ഹുസൈൻ ബാക്കവിക്കും ഹൃദ്രോഗത്തിൽ നിന്നും രക്ഷപ്പെട്ട മുസ്തഫയ്ക്കും അക്യുപഞ്ചറിനെ കുറിച്ച് പറയുമ്പോൾ അതവരുടെ ജീവിതഗന്ധിയായ അനുഭവ സാക്ഷ്യമാണ്. ഭാരമുള്ള ജോലി തന്നെ, അത് വണ്ടി കയറ്റാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള അനവധി ഉദാഹരണങ്ങളാണ് അന്വേഷിച്ചറിയാൻ ഞങ്ങൾക്ക് സാധിച്ചത്. ചുരുക്കി പറഞ്ഞാൽ, ഇനിയും വേണ്ടത്ര പ്രചാരം കിട്ടിയിട്ടില്ലാത്ത ഈ ചികിത്സാ രീതിയെ എന്തുകൊണ്ടാണ് കൂടുതൽ കാര്യഗൗരവത്തോടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൈകാര്യം ചെയ്യാത്തതെന്ന് മനസ്സിലാകുന്നില്ല. അലോപ്പതിയെയും ആയുർവേദത്തെയും പോലെ തന്നെ പരിഗണിക്കേണ്ടുന്ന ഈ ചികിത്സാ രീതിയെ കൂടുതൽ പഠന ഗവേഷണങ്ങൾക്ക് വിധേയമാക്കാൻ ആരോഗ്യ മന്ത്രാലയത്തിന് സാധിക്കണം. മരുന്നോ സർജറിയോ പൊള്ളുന്ന ചികിത്സാ പരിശോധനകളോ ഒന്നുമില്ലാതെ രോഗശമനം ലഭിക്കുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ സാധാരണക്കാരനായ രോഗിക്ക് അസുഖം വന്നാൽ അവൻ ആരുടെ മുന്നിലും കൈനീട്ടേണ്ടി വരില്ല. അവയവ മാഫിയകളും മരുന്ന് കുത്തക മുതലാളിമാരും ചാരിറ്റി തട്ടിപ്പുകാരും മുച്ചൂടും മുടിയും. നാട് രക്ഷപ്പെടും. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച് ഈ വിഷയത്തിൽ സർക്കാർ ഇടപെടൽ അനിവാര്യമാണ്. ആരോഗ്യ ലോകത്തെ തട്ടിപ്പുകൾ അവസാനിപ്പിക്കുക തന്നെ വേണം. കൂടുതൽ വാർത്തകളും ചികിത്സാ രീതികളും കണ്ടെത്തലുകളുമായി അന്വേഷണ പരമ്പര തുടരും.